സർവ സ്രഷ്ടാവും നമ്മുടെ പരിപാലകനുമായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പ്രാർത്ഥന ജീവിതത്തെ നശിപ്പിക്കുന്ന 10 കാര്യങ്ങൾ. ഇതിനാമുഖമായി നമുക്ക് എന്താണ് പ്രാർത്ഥന എന്ന് ചിന്തിക്കാം. പ്രാർത്ഥന എന്നാൽ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. ഒരു വ്യക്തി ദൈവവുമായി ഹൃദയം തുറന്ന് സംസാരിക്കുന്നതും ബന്ധപ്പെടുന്നതുമായ ഒരവസ്ഥയാണിത്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവവുമായി സ്ഥാപിക്കുന്ന ആഴമായ ബന്ധമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ആരാധന, സ്തുതി, നന്ദി പറയൽ, പാപമോചനം യാചിക്കൽ, ആവശ്യങ്ങൾ അറിയിക്കൽ, മധ്യസ്ഥ പ്രാർത്ഥന, മാർഗനിർദ്ദേശം തേടൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ദൈവവചനവും പ്രാർത്ഥനയുമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. 1 തിമോഥെയോസ് 4:5 ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. അപ്പോൾ നമുക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് തിരുവെഴുത്ത് പറയുന്നു. പ്രാർത്ഥന എന്ന് നാം മലയാളത്തിൽ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ പ്രയർ. അപ്പോൾ ഈ പ്രയർ എന്നുള്ള ഈ ഒരു വാക്കിന് 6 അക്ഷരങ്ങളുണ്ട്. PRAYER. അപ്പോൾ ഇതിന് ചിത്രകാവ്യ രീതിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അക്രോസ്റ്റിക് രീതി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഓരോ അക്ഷരവും എടുത്തുകൊണ്ട് P എന്താണ്, R എന്താണ്, A എന്താണ്, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് മനോഹരമായ ഒരു അർത്ഥം ലഭിക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് ബൈബിൾ, BIBLE, ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിന് മനോഹരമായിട്ട് ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദി എർത്ത്. ഈ ഭൂമി വിടുന്നതിന് മുമ്പേ നമുക്ക് ലഭിക്കേണ്ടത് അടിസ്ഥാന ഉപദേശങ്ങളാണ് ബൈബിൾ എന്നതുകൊണ്ട് നമുക്കതിന് ആ ബൈബിൾ എന്നതിന് തന്നെ നമുക്ക് ഒരു അർത്ഥം കൊടുക്കാം. അതുപോലെ പ്രയർ, നമ്മൾ ഓരോ അക്ഷരങ്ങളും എടുത്ത് P എന്നത് അർത്ഥമാക്കുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പ് ഗോഡ്, ആ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുക. ഇതിനാധാരമായി തിരുവെഴുത്ത് സങ്കീർത്തനങ്ങൾ 100:4 അവിടുത്തെ പടിവാതിലുകളിൽ സ്തോത്രത്തോടും അങ്കണത്തിൽ സ്തുതിയോടും കൂടെ പ്രവേശിക്കുവിൻ, അവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ നാമത്തെ വാഴ്ത്തുവിൻ. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ആരംഭിക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം. അപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കേണ്ടത്. രണ്ടാമതായി ആർ എന്നത് അർത്ഥമാക്കുന്നത് റിപ്പന്റ് ഫോർ യുവർ സിൻസ്, നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുക. ശരിക്കും രക്ഷ എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ അതുവരെ ചെയ്ത സകല പാപങ്ങളെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ് രക്ഷ. അങ്ങനെ നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുകയും പരിശുദ്ധാത്മാവിൽ നമ്മൾ വചനം പഠിച്ചുകൊണ്ട് വചനമനുസരിച്ച് ജീവിക്കുക, അതാണ് രക്ഷ എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ നമ്മൾ പരിപൂർണരല്ല. ദൈവം പരിശുദ്ധനാണ്, എന്നാൽ നമ്മൾ പരിശുദ്ധരെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. നമ്മൾ വിശുദ്ധരാണ് എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. തിരുവെഴുത്ത് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരാകുവിൻ. 1 പത്രോസ് 1:14 നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണയുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധനാകണം എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തയിലോ നമ്മുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും മനസ്സ വാച കർമ്മണ ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ പാവം കടന്നുകൂടിയെങ്കിൽ അത് പലപ്പോഴും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാകത്തില്ല. അപ്പോൾ ആ പാപത്തെ നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അതാ പ്രാർത്ഥനയിൽ നമ്മൾ ആ ഒരു കാര്യത്തിനും പ്രാധാന്യം കൊടുക്കണം എന്ന് ഇവിടെ പറയുകയാണ്. അതാണ് റിപ്പന്റ് ഫോർ യുവർ സിൻസ്. എന്നാൽ ഈ ഒരാശയത്തെ ആളുകൾ തെറ്റായ രീതിയിൽ എടുക്കുന്നുണ്ട്. കാരണം പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെ ജീവിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ചീത്തച്ചൊല്ലും, കളിവാക്കും, ചീത്തത്തരം
ഇങ്ങനെയുള്ളതൊന്നും വിശുദ്ധന്മാർക്ക് യോജിച്ചതല്ല എന്ന് പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞു നടന്നിട്ട് ആ വ്യക്തിയുടെ നാവിന് പരിച്ഛേദനയില്ലാതെ ലോകപ്രകാരം ജീവിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ എന്ന് പറഞ്ഞ് മനഃപൂർവ്വം പാപം ചെയ്തിട്ട് അങ്ങനെ ദൈവത്തെ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവരറിയുന്നില്ല, അവർ ചെയ്യുന്നത് എന്ത് എന്ന് അവരറിയായികയാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം വളരെ വ്യക്തമായി നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുന്ന നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യാതെ പരിശുദ്ധാത്മാവ് നമ്മെ പരിപാലിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കണം. അതുമായിട്ടുള്ള ബന്ധത്തിൽ 1 യോഹന്നാൻ 1:9 നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാനും അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പം നീതിമാനായ ദൈവം, നമ്മൾ ദൈവത്തിന്റെ നീതിമാന്മാരാകണം എന്നാഗ്രഹിക്കുന്നു. നമ്മൾ ലോകപ്രകാരം നീതിമാന്മാരായിരുന്നു നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ. എന്നാൽ നമ്മൾ ഇപ്പോൾ ദൈവത്തിന്റെ നീതിമാന്മാരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായി ആസ്ക് ഫോർ യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുക. മത്തായി സുവിശേഷം 7:7 യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ തുറന്നു കിട്ടും. ദൈവിക വ്യവസ്ഥയാണ്. ഒരു മകൻ തൻ്റെ അപ്പനോട് ആവശ്യങ്ങൾ ചോദിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് നമുക്ക് നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ യാചനകൾ എല്ലാം നമുക്ക് അറിയിക്കാം. അത് സ്തോത്രത്തോടുകൂടെ നമ്മൾ അറിയിക്കണം എന്ന് തിരുവെഴുത്ത് പറയുന്നു. നാലാമതായി യീൽഡ് ടു ഗോഡ്സ് വിൽ. ഈൽഡ് എന്ന് പറഞ്ഞാൽ കീഴടങ്ങുക. ദൈവഹിതത്തിന്, ദൈവേഷ്ടത്തിന് നമ്മൾ കീഴടങ്ങണം. മത്തായി സുവിശേഷം 6:10 നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നാം സ്വന്തം ഇഷ്ടമല്ല, നാം രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഈ ലോകത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് പോകാൻ കഴിയത്തില്ല. ലോകത്തിന് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ലോകത്തിൻ്റെതായ ആഡംബരങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് അതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട്, അതെല്ലാം ത്യജിച്ചുകൊണ്ട് നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു പ്രധാനപ്പെട്ട ആശയമായി നാം ഇവിടെ കാണുകയാണ്. അഞ്ചാമതായി എക്സ്പ്രസ് താങ്ക്സ്. നന്ദി പ്രകടിപ്പിക്കുക. 1 തെസ്സലോനിക്കർ 5:18 സകലത്തിലും സ്തോത്രം ചെയ്യുവിൻ, ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവഹിതം ഇതാകുന്നു. അപ്പൊ ക്രിസ്തുവേശുവിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ എല്ലാറ്റിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആറാമതായി റീജോയ്സ് ഇൻ ഹിസ് പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക. അതുകൊണ്ടാണ് ദൈവജനം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ആകുന്നു. അങ്ങനെ നമ്മൾ സന്തോഷിക്കണം. നമ്മൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മൾ ദൈവത്തിൽ സന്തോഷിക്കണം. കാരണം നാം പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കാരണം ഈ അഭിഷേകമുള്ളവർക്ക് അവർക്ക് സന്തോഷിക്കുവാനായിട്ട്, ദൈവത്തിൽ സന്തോഷിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. ഫിലിപ്പിയർ 1:3-4 വാക്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ വല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പൊ ഇവിടെ അപ്പസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ നമ്മളോട് പറഞ്ഞ ഒരു വലിയ മർമ്മം ഇതാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, അപ്പൊ ഇത് മധ്യസ്ഥ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. എന്നാൽ എല്ലാ പ്രാർത്ഥനയും സന്തോഷത്തോടെ പ്രാർത്ഥിക്കണമെന്നുമില്ല. നമുക്കറിയാം, ബൈബിളിൽ സങ്കടത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ആഴത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച അനേകം വ്യക്തികളെ നമുക്ക് കാണാം. അവരുടെ തീവ്രമായ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്നതായും നാം കാണുന്നു. ഹന്നയുടെ പ്രാർത്ഥന വിലാപത്തിന്റെയും തീവ്രമായ ആഗ്രഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. സന്തതി ഇല്ലാത്തതിലുള്ള ദുഃഖം കാരണം അവൾ ഹൃദയം നൊന്ത് ഏലി പുരോഹിതന്റെ മുമ്പാകെ കർത്താവിനോട് പ്രാർത്ഥിച്ചു.
അവൾ ശബ്ദം പുറപ്പെടുവിക്കാതെ ചുണ്ടുകൾ മാത്രം ചലിപ്പിച്ച് കണ്ണീരോടെ കരഞ്ഞു. 1 ശമൂവേൽ 1-ാം അധ്യായം 10 മുതൽ 15 വാക്യങ്ങളിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ട് ഇസ്രായേലിന്റെ ആദ്യ പ്രവാചകനായ ശമൂവേലിനെ നൽകി. ഹിസ്കിയാ രാജാവ് മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഹിസ്കിയാവ് കരഞ്ഞപേക്ഷിച്ചു. രോഗം കാരണം മരിക്കാൻ പോകുന്നു എന്ന പ്രവാചകന്റെ സന്ദേശം ലഭിച്ചപ്പോൾ ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിലും യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായം 2-ാം വാക്യത്തിലും നമുക്ക് ഇക്കാര്യങ്ങൾ കാണാൻ കഴിയുന്നു. അങ്ങനെ ദൈവം ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് 15 വർഷം ആയുസ് നീട്ടിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് 15 വർഷമാണ് ആയുസ് നീട്ടി കിട്ടിയത്. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന. യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുവും തന്റെ കഷ്ടപ്പാടുകളുടെ സമയത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഗെത്സമന തോട്ടത്തിൽ കുരിശിലെ കഷ്ടപ്പാടുകളിലും യേശു വളരെ തീവ്രമായി പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നു. എബ്രായർ 5:7 അവൻ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിക്കുകയും അവയെ യാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് കണ്ണീരോടും വിലാപത്തോടും കൂടിയാണ് എന്ന് നാം ഇവിടെ കാണുകയാണ്. യസ്ര ജനത്തിന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് യസ്ര കരഞ്ഞ് അപേക്ഷിക്കുന്നതായിട്ട് നാം കാണുന്നു. ഇസ്രായേൽ ജനം വിജാതീയരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് നിയമം ലംഘിച്ചു എന്നറിഞ്ഞപ്പോൾ യസ്ര ദൈവം മുമ്പാകെ മുട്ടുകുത്തി കരഞ്ഞും വിലപിച്ചും പ്രാർത്ഥിച്ചു. യസ്ര 10:1 നാം ഇക്കാര്യങ്ങൾ കാണുന്നു. ഈ വ്യക്തികളെല്ലാം ദുഃഖം, ഭയം അല്ലെങ്കിൽ പാപബോധം തുടങ്ങിയ ആഴമായ വികാരങ്ങൾ പ്രാർത്ഥനയിൽ പ്രകടിപ്പിച്ചപ്പോൾ ദൈവം അവരുടെ എളിമയും തീവ്രതയും കണ്ട് മറുപടി നൽകി. ഇവിടെ നാം വേറെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് ചില ആളുകൾ വളരെ വികാരഭരിതരായിട്ട് ആർദ്രതയോടുകൂടിയൊക്കെ പ്രാർത്ഥിക്കും. എന്നാൽ വികാരം ഉണ്ടായതുകൊണ്ട് മാത്രം ദൈവം പ്രാർത്ഥന കേൾക്കണമെന്നില്ല. കാരണം ദൈവത്തിന് വികാരമോ ഇല്ലാത്തൊരു കാര്യമാണ്. മനുഷ്യർ പെട്ടെന്ന് അങ്ങ് വികാരഭരിതരാകും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥന ജീവിതത്തെ നശിപ്പിക്കുന്ന 10 കാര്യങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായി ഓരോ ആശയങ്ങൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഒന്നാമതായി, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ പ്രാർത്ഥനാ സമയം അവഗണിക്കുമ്പോൾ. ആത്മാവിന്റെ ഭക്ഷണം ദൈവവചനവും പ്രാർത്ഥനയുമാണ്. ഇത് നാം അവഗണിക്കുമ്പോൾ, പ്രാർത്ഥന നാം അവഗണിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പട്ടിണിയിലാകുന്നു. ശരീരം ഭക്ഷണം കിട്ടാതെ തളർന്നു പോകുന്നത് പോലെ വ്യക്തിപരമായ പ്രാർത്ഥന കൂടാതെ നമ്മുടെ ആത്മീയ ശക്തിയും തീഷ്ണതയും ക്ഷയിച്ചു പോകുന്നു. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം നമ്മൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുവാനല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കണം എന്ന തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും ലൂക്കോസ് 6-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ഒരു രാത്രി മുഴു രാത്രി പ്രാർത്ഥനയിൽ. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അപ്പോൾ ആ മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ദിവസം രാവിലെ തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ടാണ് കർത്താവ് ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കാരണം കർത്താവ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരുന്നു. അപ്പോൾ ആ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പേ ഒരു രാത്രി മുഴുവനും യേശുക്രിസ്തു പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നതായിട്ട് നാം ഇവിടെ കാണുകയാണ്. ഇത് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ നമുക്ക് വെളിവാക്കുകയാണ്. രണ്ടാമതായി, ശ്രദ്ധ തെറ്റിയ അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള അടുപ്പമാണ്. അതിന് പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമാണ്. ശ്രദ്ധ തെറ്റുമ്പോൾ നമ്മുടെ വാക്കുകൾ വെറും
ആചാരമായ ശബ്ദമായി മാറുകയും ദൈവവുമായിട്ടുള്ള ജീവനുള്ളതും ശക്തവുമായ ബന്ധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് മത്തായി സുവിശേഷം 6:6 നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനയുമായിട്ട് ഈ അധ്യായത്തിൽ വളരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രാർത്ഥന ജൽപ്പനമാകാൻ പാടില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് കർത്തൃപ്രാർത്ഥനയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വാക്യം പറയുന്നത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് നമുക്ക് ഏകാഗ്രതയോട് പ്രാർത്ഥിക്കണമെങ്കിൽ കർത്താവ് പ്രായോഗികമായി ഒരാലോചന നമുക്ക് നൽകിയതാണ്. വീണ്ടും പ്രവൃത്തികൾ 12:5 ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു. സഭ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ശ്രദ്ധയോടുകൂടെ. സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ വലിയ വിടുതലുകൾ നാം ഇവിടെ കാണുകയാണ്. വീണ്ടും യാക്കോബ് 5:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. അപ്പൊ രോഗശാന്തി വരേണ്ടതിന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്തിട്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അപ്പൊ നീതിമാന്റെ എങ്ങനെയെങ്കിലും ഉള്ള പ്രാർത്ഥനയല്ല. നീതിമാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നില്ല. നീതിമാൻ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അപ്പൊ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥനയാണ് ഫലിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 1 പത്രോസ് 3:12 നാം ഇതിന്റെ ഇണവാക്യം വായിക്കുന്നുണ്ട്. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ കണ്ണ്, ചെവി അത് നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുക. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും മൂന്നാമതായി നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന മൂന്നാമത്തെ ആശയമാണ് പ്രാർത്ഥനയിലെ സ്ഥിരതയില്ലായ്മ. പ്രാർത്ഥനയിലെ സ്ഥിരതയില്ലായ്മ എന്നാൽ ദൈവവുമായിട്ടുള്ള സംഭാഷണം, അതായത് പ്രാർത്ഥന തുടർച്ചയായി ചിട്ടയോടെ നിലനിർത്തുവാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ്. അതിന് ചിലപ്പോൾ നമ്മൾ ജോലി തിരക്കായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയിലെ മടുപ്പ് ഉണ്ടാവും, ചിട്ടയില്ലായ്മ, പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത് കൊണ്ടുള്ള നിരാശ. അപ്പോൾ ഇതിന് പരിഹാരം എന്താണ്? ഇതിന് പരിഹാരം പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ സമയം കണ്ടെത്തി. കാരണം നമ്മളോട് സാധാരണ ലോകമനുഷ്യർ അല്ലെങ്കിൽ ഏത് മനുഷ്യരായാലും നീ പോയി പ്രാർത്ഥിക്കാൻ ആരും പറയാറില്ല. സാധാരണ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതൊക്കെ വളരെ കുടുംബത്തിൽ ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് പറഞ്ഞേക്കാം. പക്ഷെ നീ പോയി പ്രാർത്ഥിക്കുക. ഇതുവരെ നിങ്ങളോട് ആരെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടോ നീ പ്രാർത്ഥിക്കുക? മറ്റു പല കാര്യവും ലോക മനുഷ്യർ പറയും. പക്ഷെ അവര് സങ്കീർത്തനങ്ങൾ 55:17 സങ്കീർത്തനങ്ങൾ 55:17 വൈകുന്നേരത്തും രാവിലെയും ഉച്ചയ്ക്കും ഞാൻ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യും, അവൻ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു സ്ഥിരതയുണ്ട്. എപ്പോഴൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? വൈകുന്നേരത്തും രാവിലെയും ഉച്ചയ്ക്കും 3 നേരം പ്രാർത്ഥിക്കുന്നു. പ്രവൃത്തികൾ 3:1 ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയത്ത് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, അപ്പോൾ ഇവിടെ അപ്പസ്തോലന്മാരായ പത്രോസും യോഹന്നാനും അവർക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ഒരു സമയമുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കുള്ള പ്രാർത്ഥന. അപ്പോൾ അവര് കൃത്യമായി, കാരണം ഇവിടെ നമ്മുടെ വിഷയം ഇതാണ്, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ സ്ഥിരതയുള്ളവരാകണം. ഇതെല്ലാം, ഈ വാക്യങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവർ സ്ഥിരതയോടെ പ്രാർത്ഥിച്ച വ്യക്തികളെ കുറിച്ചാണ്. വീണ്ടും ലൂക്കോസ് 2-ാം അധ്യായം 37-ാം വാക്യത്തിൽ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും കഴിച്ചു. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? അത് ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അപ്പൊ ഹന്ന പ്രവാചകി, അവൾ കന്യാകാലത്തിൽ തന്നെ
ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. അപ്പോൾ അതിനൊരു സ്ഥിരതയുണ്ട്. മാത്രമല്ല, ഇവിടെ ഒരു വാക്ക് ഉപവാസം എന്നുള്ളൊരു വാക്കുണ്ട്. ഉപവാസം എന്നുള്ള വാക്ക്, ഉപവാസം എന്നുള്ള വാക്കിന്റെ അക്ഷരാർത്ഥം ദൈവത്തോടൊത്ത് വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തോടൊത്ത് വസിക്കുക, ഉപവാസത്തിന് പല അർത്ഥതലങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് ഉപവസിക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണം ഒഴിവാക്കി നമ്മൾ പ്രാർത്ഥിക്കുക, അത് നല്ലതാണ്. പക്ഷെ അതിന് ആരോഗ്യമുള്ളവർക്കേ അത് സാധിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ രക്ഷയിൽ വന്ന ആദ്യകാലങ്ങളിലൊക്കെ പലപ്പോഴും വളരെ ദിവസങ്ങൾ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഒരു നേരം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ എനിക്ക് പറയാനുള്ളത്, രോഗാവസ്ഥയിലുള്ളവർ, പ്രത്യേകിച്ച് ഡയബറ്റിസ് പോലെയുള്ള അസുഖമുള്ളവർ, പ്രായമായവരൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് രോഗങ്ങൾ കൂടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണം. ദൈവമാണ് ആരോഗ്യം നൽകുന്നത്. നമുക്ക് ദൈവത്തോട് ആവശ്യവും പ്രാർത്ഥിക്കാം. എന്നാൽ ചിലരൊക്കെ ഉപവസിച്ചുകൊണ്ട് അവർ രോഗങ്ങൾ വരുത്തി വെക്കാറുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രായോഗികമായ ഒരു കാര്യമാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുകയാണ്, ഫിലിപ്പിയർ 4:6, ഫിലിപ്പി ലേഖനം 4:6, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ടെൻഷൻ അടിക്കരുത്. എന്നാൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും നമ്മൾ എന്ത് ചെയ്യണം? അപേക്ഷയാലും പ്രാർത്ഥനയാലും നമ്മൾക്ക് ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ നന്ദിയോടുകൂടി ദൈവത്തെ അറിയിക്കണം. അങ്ങനെ അറിയിച്ചാൽ, ഈ വ്യവസ്ഥ പ്രമാണിച്ചാൽ, സകല ബുദ്ധിയെയും മനുഷ്യരുടെ ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഇതാണ് സമാധാനം ലഭിക്കാനുള്ള വ്യവസ്ഥ. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു 20 ആശയങ്ങൾ അദ്ദേഹം പരസ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം വെച്ചിരിക്കുകയാണ്. അത് മറ്റുള്ള പല മുസ്ലിം രാജ്യങ്ങളൊക്കെ അത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹമാസ് അത് അംഗീകരിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ഹമാസ് ആയുധം താഴെ വെച്ചാൽ പിന്നെ എന്ത് ഹമാസാണ്? ആയുധം താഴെ വെക്കണം എന്നുള്ളത്, ഹമാസ് ആയുധം താഴെ വെക്കണം എന്നുള്ളത് അതിലൊരു വ്യവസ്ഥയാണ്. പക്ഷേ ആയുധം ഹമാസ് താഴെ വെക്കാൻ ഒരു സാധ്യതയും നമ്മളാരും കാണുന്നില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു സമാധാന ശ്രമം ഈ ബഹുമാനപ്പെട്ട, ഇപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ എല്ലാവരുടെയും മുമ്പിൽ നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാരാണെങ്കിലും ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഇനി ബഹുമാനം ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് അവരെ പറയുമ്പോൾ ഈ ബഹുമാനപ്പെട്ട ട്രംപ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എന്നൊക്കെ പറയാൻ ഇപ്പോൾ സാധിക്കത്തുള്ളൂ. അങ്ങനെ പറയണമെന്നുള്ള ഒരു നിയമമൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കാൻ ഇടയായല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ബഹുമാനപ്പെട്ട ട്രംപ് അദ്ദേഹത്തിന്റെ അങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവരാനുള്ള ആ ഒരു സന്മനസ്, കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളോടും ഞാൻ യോജിക്കുന്നു എന്നല്ല പറയുന്നത്, അദ്ദേഹം നല്ല ഒരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ നോബൽ സമ്മാനം കിട്ടുമായിരിക്കും. ഇതൊക്കെ വിജയിച്ചാൽ അദ്ദേഹത്തിന്റെ ഈ സമാധാന ശ്രമങ്ങളൊക്കെ ട്രംപിനെ പോലെയോ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ ചില സമാധാനം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നത് കൊണ്ട് അവർക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനമായ നോബൽ സമ്മാനമൊക്കെ ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ സമാധാനത്തെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അവർക്ക് കിട്ടുന്ന ആ നോബൽ പ്രൈസ് അല്ല, അതിനേക്കാൾ വലിയൊരു സന്തോഷം, അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യരെ കാണുമ്പോഴൊക്കെ പറഞ്ഞ സമാധാനം നിങ്ങളോടുകൂടെ. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നും പറഞ്ഞു എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നില്ല. കർത്താവ് പറഞ്ഞത് സമാധാനം നിങ്ങളോടുകൂടെ. വീണ്ടും 1 പത്രോസ് 4:7, എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ആ ധൂർത്തപുത്രന് സുബോധമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ അപ്പന്റെ സ്വത്തെല്ലാം മേടിച്ച് അവൻ ദൂരദേശങ്ങളിലേക്ക് പോയി. എന്നാൽ പിന്നീട് അവന് ഭക്ഷിക്കാൻ പോലും
ഒന്നും കിട്ടാതിരുന്നപ്പോൾ അവന് സുബോധം വരികയാണ്. അപ്പൊ സുബോധം വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തോടും അപ്പനോടും ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞ് അവൻ തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ആ മകൻ, മരിച്ചവനായിരുന്ന ആ മനുഷ്യൻ, അപ്പം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ ജീവിക്കുന്നു. അപ്പോൾ ഇത് സുബോധമുള്ളവരായിരിക്കുക എന്ന്, അങ്ങനെയെങ്കിൽ നമ്മൾ നിർമ്മലരായിരിക്കും. അപ്പോൾ നമ്മൾ സുബോധവും നിർമ്മലതയും തമ്മിൽ വളരെ ബന്ധമുണ്ട്. വീണ്ടും പ്രാർത്ഥനയിലെ സ്ഥിരതയെ ഏറ്റവും വ്യക്തമാക്കുന്ന വചനങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന്, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പ്രതിക്രിയ നടത്തി ഈ വിധവയായ, ഈ ആരും സഹായിക്കാനില്ലാത്ത ഈ വിധവയായ സ്ത്രീയോട് ആ ന്യായാധിപന് പ്രതിക്രിയ നടത്തി അവളെ വിടുവിക്കാൻ മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്ക, നിരീശ്വരവാദിയാ. ഇന്ന് അനേക നിരീശ്വരവാദികളുണ്ടല്ലോ, അവർക്ക് ദൈവത്തെ ഭയവും ഇല്ല, മനുഷ്യനെയും ഭയമില്ല, അവരെന്തും പറയും, ആരെയും വെല്ലുവിളിക്കും. അതൊക്കെയാണ് നിരീശ്വരവാദികളുടെ പരിപാടി. എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. പക്ഷെ ഈ വിധവ കൂടെ വന്ന് ഈ ആവശ്യം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അസഹിഷ്ണുതയാണ്. അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്നുള്ളത് കൊണ്ട് പറഞ്ഞു, അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. അപ്പൊ അനീതിയുള്ള ഈ ജഡ്ജി, ഈ ന്യായാധിപൻ എന്താ പറയുന്ന, അവസാനം ഈ സ്ത്രീയുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുകയാണ്. അതുപോലെ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യം, ആരാണ് വൃതന്മാർ? ദൈവത്തിനായി വേർപെട്ടിരിക്കുന്നവർ, അതാണ് വൃതന്മാർ. അവരുടെ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു സംശയപരമായ കാര്യം ഇവിടെ പറയുന്നത്? കാരണം നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാനായിട്ട് അഘോരാത്രം രാവും പകലും പണിപ്പെടുന്ന ഒരു സാമ്രാജ്യ ശക്തി ഇവിടെയുണ്ട്. ആ സാമ്രാജ്യ ശക്തി പിശാചിന്റെ സാമ്രാജ്യമാണ്, പിശാചിന്റെ രാജ്യമാണ്. അതായത് നാം 2 കൊരിന്ത്യർ 4:4 ഇങ്ങനെ വായിക്കുന്നു, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മനസ്സ് കുരുടാക്കുന്നു. അവിശ്വാസികളുടെ മനസ്സ്, അങ്ങനെ എഴുതിയാണ്, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അവിശ്വാസികളുടെ അല്ലേ? നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ബൈബിൾ കേൾക്കുന്നുണ്ട്, ബൈബിൾ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സൊന്നും കുരുടാക്കാൻ യാതൊരു സാധ്യതയില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അതായത് എത്രയോ കൃപയിൽ നിന്ന ദൈവദാസന്മാർ, നല്ല വിശ്വാസികൾ, അവരുടെ എല്ലാം മനസ്സ് പിശാച് കുരുടാക്കിയതായിട്ട് കാണുക. കാരണം ചിലരൊക്കെ ആണെങ്കിൽ നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല ശമ്പളമൊക്കെ കിട്ടി, അതുവരെ നല്ല പ്രാർത്ഥിച്ച് വളരെ പ്രാർത്ഥനാ വീരന്മാരാണ്. സുവിശേഷമൊക്കെ വഴിയരികിൽ നിന്ന് പോലും സുവിശേഷം പ്രസംഗിക്കുന്ന നല്ല ലക്ഷ്യത്തോടെ ഇറങ്ങി വന്നവരാ. അങ്ങനെയുള്ളവർക്ക് നല്ല ജോലിയെല്ലാം കിട്ടി, നല്ലൊരു വലിയ വീടൊക്കെ പണിത് എല്ലാം ആയി കഴിയുമ്പോൾ പിന്നെ അവരെന്താ വെച്ചാൽ അവർ ഇരുട്ട് പകരും അവരിലേക്ക്. അവരിലുണ്ടായിരുന്ന ആദ്യത്തെ അഭിഷേകം എല്ലാം ചോർത്തിക്കളയുക. അങ്ങനെ എത്രയോ വരെ എനിക്കറിയാം. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം, ഇത് പിശാചിന്റെ തന്ത്രമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യരാരുമല്ല, പിശാചാണ്. പിശാച് നമ്മളുടെ മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ കൊണ്ടുവരും. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ പിശാചിന് സാധിക്കും. ഈ അന്ധകാര ശക്തികൾ, പൈശാചിക ശക്തികൾ, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഈ ശക്തികൾ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും നമ്മൾ 4-ാമത്തെ ആശയത്തിലേക്ക് വരാം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും എന്ന പ്രതീക്ഷയില്ലാത്ത പ്രാർത്ഥന. വിശ്വാസമാണ് പ്രാർത്ഥനയുടെ ഇന്ധനം. പ്രതീക്ഷയില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നാം പറയുന്നത് വെറും പാഴ്വാക്കുകൾ മാത്രമാകുകയാണ്. സംശയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലവത്താകുകയില്ല. യാക്കോബ് 1:6 എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. വീണ്ടും മർക്കോസ് 11:24 അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ,
എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ അവിശ്വാസത്തോടുകൂടെ ഇനി ലഭിക്കുമോ, ദൈവം തരുമോ എന്നുള്ള സംശയത്തോടു കൂടെയാണ് നമ്മൾ ദൈവത്തോട് യോജിക്കുന്നതെങ്കിൽ അത് ലഭിക്കത്തില്ല. എന്നാൽ ഇതെനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വീണ്ടും കർത്താവ് പറയാണ് മത്തായി 17:21, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി എന്ന് പറയുന്നത് പിശാച്, അവന്റെ ദൂതന്മാരും, അവർ നീങ്ങിപ്പോകത്തില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ എന്താണെന്ന്, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ നമ്മൾ കോട്ടുവ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അതിന് വായ്ക്കോട്ട എന്നും പറയാറുണ്ട്. ചില സ്ഥലങ്ങളിൽ കോട്ടുവ എന്ന് പറയും. കാരണം അത് നമ്മളിലുള്ള അന്ധകാര പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നതാണ്. അപ്പൊ അത് വിട്ടുപോകാൻ അതിന് അനുവാദം കൊടുക്കുക, അത് പോകട്ടെ. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പൊ എനിക്ക് അനുഭവപ്പെടാൻ ഒരു കാര്യമാണ്, ഞാൻ പല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും കോട്ടുവ അങ്ങ് വരികയാണ്, വായ്ക്കോട്ട വരുന്നു, അസ്വസ്ഥതകൾ വരികയാണ് അവർക്ക്. കാരണം അവർക്ക് ആ പിശാചിന്റെ ഒരു സ്വാധീന വലയത്തിൽ നിന്ന് അവർക്ക് വിടുതൽ പ്രാപിക്കുകയാണ്. കാരണം കർത്താവിന്റെ വചനം ഇപ്രകാരം നമ്മളോട് സംസാരിക്കുകയാണ്, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അത് ഏതൊക്കെ അടയാളങ്ങളാണ്? വിശ്വസിക്കുന്നവരുടെ കൂടെ ഉണ്ടാകേണ്ട അടയാളങ്ങളാണ്, നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കും, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ പുതുഭാഷയിൽ സംസാരിക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് ഹാനിയാകത്തില്ല, നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും, രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരു വിശ്വാസിക്ക് ദൈവം നൽകിയ വാഗ്ദത്തങ്ങളാണ്. അപ്പോൾ ഭൂതങ്ങൾ പുറത്തു പോകണം. ഭൂതങ്ങൾ എപ്പോഴും ഇങ്ങനെ അലറി ഇങ്ങനെ കറങ്ങി അങ്ങനെ അങ്ങ് പോകണമെന്നില്ല. അപ്പൊ എങ്ങനെയും പോകാം, വളരെ നിശബ്ദതയോടുകൂടിയും ഭൂതങ്ങൾ വിട്ടുപോകാം. വീണ്ടും യാക്കോബ് 5:15, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. പ്രൈസ് ഗോഡ്. വീണ്ടും നമുക്ക് 5-ാമത്തെ ആശയത്തിലേക്ക് വരാം. ദൈവവചനത്തെ അടിസ്ഥാനമാക്കാതെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് ദൈവവചനത്തെ അടിസ്ഥാനമാക്കാതെയുള്ള പ്രാർത്ഥന. ദൈവവചനമാണ് ആത്മാവിന്റെ വാൾ. വചനത്തെ അടിസ്ഥാനമാക്കാതെ പ്രാർത്ഥിക്കുന്നത് ആയുധമില്ലാതെ യുദ്ധത്തിന് പോകുന്നതിന് തുല്യമാണ്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് അധികാരവും ശക്തിയുമുള്ളത്. 1 കൊരിന്ത്യർ 11:3 മുതലുള്ള വാക്യങ്ങൾ, അത് പലരും ഈ പ്രാർത്ഥിക്കുന്നവരൊക്കെ എല്ലാവരും സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇത് ദൈവത്തിന്റെ കൽപ്പന, എഴുതപ്പെട്ട കൽപ്പനയാണ്. അപ്പൊ ഇതിന് നമുക്കൊരു നിയമ ഭേദഗതി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് ഇവിടെ അക്ഷരീകമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുക. ഈ ചിലരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരീകമായ കൽപ്പനകളെ ആത്മീയമാണെന്ന് പറയും, ആത്മീയമായ കൽപ്പനകളെ അക്ഷരീകമാണെന്ന് പറയും. ഇപ്പൊ നമ്മൾ റോമൻ കത്തോലിക്ക സഭ പോലെയുള്ള സഭ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പല പൗരോഹിത്യ സഭകൾ എടുത്തു കഴിഞ്ഞാൽ അക്ഷരീകമായ കാര്യങ്ങൾ അവർ പറഞ്ഞ ആത്മീയമാണെന്ന് പറയും. അപ്പൊ ആത്മീയമായ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പൊ അവരുടെ കുർബാന, ഇപ്പൊ റോമൻ കത്തോലിക്ക സഭയും അങ്ങനെ മറ്റ് പൗരോഹിത്യ സഭകളിലൊക്കെയുള്ള കുർബാന. അപ്പോൾ എന്താണ് അവർ കുർബാന? അപ്പൊ കർത്താവ് അത് ആത്മീയമാണ്. നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവൻ മരണത്തിന് ശിക്ഷാവിധിക്ക് യോഗ്യനാകത്തില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അത് അക്ഷരാർത്ഥത്തിലല്ല, അത് ആത്മീയ അർത്ഥത്തിലാണ് പറയുന്നത്. എന്നാൽ പലർക്കും അത് വെളിപ്പെടുന്നില്ല. അവരെന്ത് ചെയ്യും? അവർ പറയുന്ന ഇത് വസ്തുമാറ്റ ഉപദേശമാണ്. ഞങ്ങൾ എടുക്കുന്ന അപ്പം അത് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശരീരമായി മാറുന്നു. ഞങ്ങൾ എടുക്കുന്ന ഈ വീഞ്ഞ് അത് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ രക്തമായി മാറുന്നു. അപ്പൊ അതെന്ത് ചെയ്യുന്നു? അവർ അക്ഷരാർത്ഥത്തിൽ എടുക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും, ഒരു ഉദാഹരണം മാത്രമല്ല, പല കാര്യങ്ങളും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് മനസ്സിലാവും. നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പം എടുക്കുന്നു, വീഞ്ഞെടുക്കുന്നു. കാരണം നമ്മൾ പറയുന്നത് കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. ഇത് കർത്താവ് വീണ്ടും വരും. കർത്താവ് തിരുവെഴുത്തുകളിൻ പ്രകാരം കർത്താവ് ജനിച്ചു, മരിച്ചു, കർത്താവ് ശുശ്രൂഷ ചെയ്തു, കർത്താവ് വീണ്ടും വരും. അപ്പൊ കർത്താവ് വീണ്ടും വരും എന്നുള്ളതിന്റെ ഓർമ്മ വളരെ ലളിതമാണത്. പക്ഷെ അതിനെ വളരെ സങ്കീർണമാക്കിയിട്ടാണ് പലരും പല രീതിയിൽ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അവർ അതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുകയായിരുന്നു,
ദൈവത്തിന്റെ തിരുവെഴുത്താണെങ്കിൽ ആ തിരുവെഴുത്ത് അതിന്റെ അക്ഷരാർത്ഥമാണോ ആത്മീയാർത്ഥമാണോ എന്നുള്ളത് നമ്മൾ ഭേദാഭേദങ്ങൾ വിവേചിക്കാൻ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുപദേശത്തിൽപ്പെട്ട് നിത്യ നരകാഗ്നിയിലേക്ക് പോകും. അപ്പോൾ 1 കൊരിന്ത്യർ 11:3 വരെയുള്ള വാക്യങ്ങൾ പറയുകയാണ്, എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. അനേകരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു കുടുംബമാണെങ്കിൽ കുടുംബനാഥൻ, ആ കുടുംബനാഥനാണ് തല. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ഒരു വിശ്വാസ കുടുംബമാണെങ്കിൽ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ഭാര്യ അനുസരിച്ചേ പറ്റും. ഞങ്ങൾ ഒരു വിസിറ്റിങ്ങിന് പോയി, ഒരു വിശ്വാസ ഭവനമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം അവിടെയുള്ള ആ കുടുംബനാഥൻ പറഞ്ഞു, ഇവർക്ക് ചായ കൊടുക്ക്. സാധാരണ നമ്മളങ്ങനെയാണല്ലോ ചായ കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ ആ സഹോദരി പെട്ടെന്ന് വീറ്റോ ചെയ്തു. ഈ സഹോദരൻ ചായ കൊടുക്കാൻ പറഞ്ഞ്, അതായത് കുടുംബനാഥൻ പറയാണ് ചായ കൊടുക്ക്. പക്ഷെ ഇവർക്ക് ചായ ഒന്നും ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ചായയും തന്നില്ല. ഞങ്ങളൊക്കെ ചായ കിട്ടുക അല്ല, പക്ഷെ ഞങ്ങളെ ചിന്തിക്കുകയായിരുന്നു അവരൊരു വിശ്വാസ കുടുംബമാണ്. അപ്പൊ ആ വിശ്വാസ കുടുംബത്തിൽ ആ കുടുംബനാഥൻ പറഞ്ഞ പബ്ലിക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അതിനെ ആ സഹോദരി അതിനെ ഖണ്ഡിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. അപ്പൊ എന്റെ തലയിൽ നിങ്ങൾ എന്റെ മുടി ഇല്ലെങ്കിലും ഈ മുടി മുഴുവനും പോയി കഴിഞ്ഞാലും ഞാൻ ഇവിടെ തൊപ്പിയൊന്നും വെച്ച് പ്രാർത്ഥിക്കുകയല്ല, ഞാനിവിടെ കിരീടമോ ഒന്നും വെച്ച് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാരണം എനിക്ക് ഈ വചനം വെളിപ്പെട്ടു. കാരണം അങ്ങനെ ഇനി മൂടുപടം ഇട്ട്, അല്ലെങ്കിൽ അതിന് ശരിക്കും മറ്റ് പല തർജ്ജമകളിൽ നിങ്ങൾ തലയിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ടെന്നുള്ള ഒരു തർജ്ജമയുണ്ട്. പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ, 2 കാര്യങ്ങൾ പറഞ്ഞാൽ പ്രാർത്ഥിക്കാനും പാടില്ല, പ്രവചിക്കാനും പാടില്ല. ഏത് പുരുഷനും തന്റെ തല എന്ന് പറഞ്ഞാൽ ആരാണ്? പുരുഷന്റെ തല ക്രിസ്തുവാണ്. അപ്പൊ ക്രിസ്തുവിനെ അപമാനിക്കുന്ന പരിപാടിയാണിത്. അപ്പൊ മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അപ്പൊ സഹോദരിമാർക്ക് അതിന്റെ ക്രമം, പ്രാർത്ഥനയുടെ ക്രമം എന്ന് പറഞ്ഞാൽ മൂടുപടം വേണം. മൂടുപടമില്ലാതെ പ്രവചിക്കാനും പാടില്ല. ഇനി ചിലപ്പോൾ ചോദിക്കും, അങ്ങനെയാണ് പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് എന്ന് പറഞ്ഞാൽ അതിൽ എത്രയോ പ്രാർത്ഥനയുണ്ട്. പാട്ട്, നമ്മളൊരു പാട്ട് പ്രൈസ് ഗോഡ്, തീ പോലെ ഇറങ്ങണമേ എന്നുള്ള പാട്ട്, അത് പ്രാർത്ഥനാ ഗാനമാണ്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തല മൂടിക്കൊണ്ട്, കാരണം അത് പ്രാർത്ഥിക്കുമ്പോൾ പ്രവചിക്കുമ്പോൾ സഹോദരിമാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തല മൂടണം. ഇനി മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ, അതായത് തന്റെ തല എന്ന് പറയുമ്പോൾ സ്ത്രീയുടെ തല പുരുഷനാ, തന്റെ ഭർത്താവ്, ആ ഭർത്താവിനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പിന്നെ പറയുന്ന കാര്യമാണ്, അത് അവൾ ക്ഷൗരം ചെയ്തതുപോലെ അല്ലല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. ഏതെങ്കിലും സ്ത്രീ ഈ ഒരു വിഷയത്തിൽ മുടി കത്രിച്ചു കളയുന്ന നമ്മൾ കാണുന്നില്ല. ഇനി കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. വേറെ ഒരു ഒഴികഴിവുമില്ല. മൂടുപടം ഇടണമെന്ന് പറഞ്ഞാൽ ഇടണം. പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാക്കിയാൽ മൂടുപടം ഇടേണ്ടതില്ല. പുരുഷൻ മൂടുപടം ഇടേണ്ടതില്ല, സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തില് 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. അപ്പൊ ഇവിടെ പ്രാർത്ഥന പൂർണ്ണ സ്ഥിരതയുള്ളവരായിരിക്കണം. ഈ അധ്യായത്തിൽ തന്നെ എഫെസ്യ 6 അത് നമുക്ക് ദൈവത്തിന്റെ 7 സർവായുധ വർഗ്ഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 7 സർവായുധ വർഗ്ഗങ്ങൾ. ഈ 7 സർവായുധ വർഗം നമ്മൾ ധരിച്ച് ക്രിസ്തുയേശുവിന് നല്ല ഭടനായി യുദ്ധസേവ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ പ്രാർത്ഥനാ ജീവിതം പരാജയമായിരിക്കും. നമുക്ക് പെട്ടെന്ന് നമുക്ക് ചിന്തിക്കുക, ഏതൊക്കെയാണ് 7 സർവായുധ വർഗ്ഗങ്ങൾ? 1, രക്ഷ എന്ന ശിരസ്ത്രം. അപ്പോൾ ഹെൽമെറ്റ്. അപ്പോൾ നമ്മളിവിടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് നിർബന്ധമാണ്. എന്നാൽ ഒരു ദൈവത്തിന്റെ ദാസൻ, ഒരു പാസ്റ്റർ, അദ്ദേഹം വലിയ സാക്ഷ്യം പറയുകയാണ്. അദ്ദേഹം അതായത് സഭയിലോ എവിടെയോ അദ്ദേഹം സാക്ഷ്യം പറഞ്ഞതാണ്. കാരണം എനിക്ക് ലൈസൻസ് ഇല്ല, ഞാൻ ഏതാണ്ട് വർഷം, അതായത് ധാരാളം വർഷമായി, 8-10 വർഷം അദ്ദേഹം
ഈ ലൈസൻസ് ഇല്ലാതെ സ്കൂട്ടർ ഓടിച്ചു, ഇതുവരെ അദ്ദേഹത്തെ പോലീസ് പിടിച്ചില്ല. അത് വലിയ. എന്നിട്ട് ഒരാൾ എന്നെ വിളിച്ച് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചിങ്ങനെ ചോദിക്കുവാണ്, പാസ്റ്റർ ഇങ്ങനെ ഒരാൾ പറയുന്നുണ്ടല്ലോ, അത് എത്രമാത്രം ശരിയാണ്? ഞാൻ പറഞ്ഞു അത് ശരിയല്ല. കാരണം ഇവിടെ നമ്മൾ ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നത് പോലെ തന്നെ ഗവൺമെന്റിന്റെ കൽപ്പനയും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. സകല അധികാരത്തിലും നമ്മൾ കീഴ്പ്പെടണം എന്നാണ്. അത് പ്രവാചകനാണെങ്കിൽ പ്രവാചകന് കീഴ്പ്പെടണം. ഒരു പ്രവാചകൻ മറ്റു പ്രവാചകന് കീഴ്പ്പെടണം. സഭയിലെ ദൈവമക്കൾ അവിടെയുള്ള പാസ്റ്ററിന് കീഴ്പ്പെടണം. അപ്പൊ അതിനെല്ലാം ഒരു വ്യവസ്ഥയുണ്ട്. അവിടെ മൂപ്പന്മാരുടെ ഈ സഭയിൽ മൂപ്പന്മാരുള്ള സഭയാണെങ്കിൽ മൂപ്പന്മാർക്കെല്ലാം ഒരു കീഴ്പ്പെടൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ ദൈവവചനം, ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനമാണ്, ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ നിയമങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ അറിയേണ്ട വലിയ കാര്യമില്ല, അങ്ങനെ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പൊ ആ പാസ്റ്റർ ചെയ്തത് ശരിയല്ല. അത് നമ്മളിവിടെ ഒരു പാസ്റ്റർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ പാസ്റ്റർ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗങ്ങൾ, 7 സർവായുധ വർഗ്ഗങ്ങളിൽ, അത് രക്ഷ എന്ന ശിരസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അതായത് ഈ രക്ഷയിൽ ഒരു പാക്കേജ് ഉണ്ട്. രക്ഷ എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. അതായത് പാപമോചനം. പാപികളായിരുന്ന നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ നമ്മൾ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് വരികയും പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് നമ്മളിപ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിലായി. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ചിട്ട് അങ്ങനെ നമ്മൾ വചനം അനുസരിച്ച് ജീവിക്കുന്നു. അതാണ് രക്ഷ, അതാണ് പാപമോചനം. അതിനെ ഹമേർഷ്യോളജി എന്ന് പറയുന്നു, പാപശാസ്ത്രം. വീണ്ടും നമ്മൾ സോറ്റീരിയോളജി, രക്ഷാശാസ്ത്രം എന്നൊക്കെ നമ്മൾ പഠിക്കാം. അത് സോറ്റീരിയോളജി എന്ന് പറയുന്നത് രക്ഷാശാസ്ത്രമാണ്. അങ്ങനെ നമുക്ക് പാപം മോചിപ്പിച്ച് കിട്ടുന്നതോടൊപ്പം നമ്മൾ ശാപങ്ങളും മോചിപ്പിക്കപ്പെടുന്നു. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ശാപങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള ശാപം ഉണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, എന്നാൽ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നുകൊണ്ട് നമ്മളെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ രോഗസൗഖ്യം. എത്രയോ പ്രാവശ്യം നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്മുടെ രോഗം സൗഖ്യമാക്കിയിരിക്കുന്നു. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന്റെ മക്കൾക്ക് രോഗസൗഖ്യം എന്നുള്ള അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതുപോലെ തന്നെ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള വിടുതൽ. സാത്താൻ നമ്മളെ വഞ്ചിച്ചു, അവൻ ചതിയനാണ്, അവന്റെ നരകത്തിൽ കൊണ്ടുപോകുവാനായിട്ട് അവൻ ശ്രമിച്ചപ്പോൾ ദൈവം നമ്മളെ അവനിൽ നിന്ന് സംരക്ഷണവും പരിപാലനയും നൽകുന്നു. വീണ്ടും ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ. ശിക്ഷാവിധി, ലോകത്തിൽ ജനിച്ച് എല്ലാവർക്കും, അതായത് ജനിച്ച എല്ലാവർക്കും ശിക്ഷാവിധിയുണ്ട്, മനുഷ്യർക്ക് എല്ലാവർക്കും പൊതുവെ പറയുമ്പോൾ. എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല എന്ന് റോമാലേഖനം 8:1 പറയുകയാണ്. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, ക്രിസ്തുവിനോട് ഐക്യതപ്പെട്ടവർക്ക് ശിക്ഷാവിധി ഇല്ല. അപ്പോൾ അങ്ങനെ ശിരസിൽ നമ്മുടെ രക്ഷയുടെ ശിരസ്ത്രം, നമ്മുടെ നീതി എന്ന കവചം, അതായത് നമ്മൾ എവിടെയൊക്കെ ആരുടെ ഒക്കെ പക്ഷം പിടിച്ചു പറഞ്ഞാലും നമ്മൾ നീതിയുടെ പക്ഷം മാത്രമേ പിടിക്കത്തുള്ളൂ. അതായത് നീതി. അരയ്ക്ക് സത്യം എന്ന ബെൽറ്റ്, സത്യം മാത്രമേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. ബോഷ്ക്ക് നമ്മുടെ നാവിൽ നമ്മൾ എടുക്കത്തില്ല. പിന്നെ നമ്മുടെ ഒരു കയ്യിൽ വിശ്വാസം എന്ന പരിച. അപ്പൊ ദുഷ്ടന്റെ തീയമ്പുകളെ എല്ലാം കെടുത്തു കളയാൻ ശക്തമായ ഈ വിശ്വാസം എന്ന പരിച. അടുത്ത കയ്യിൽ ദൈവവചനം എന്ന ഇരുവായുധലുള്ള വാൾ. അങ്ങനെ നമ്മുടെ കാലിന് പാദരക്ഷയായി സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം. 7ാമതായി പ്രാർത്ഥന. അപ്പോൾ ഇത് 6 എണ്ണമുണ്ട്. ദൈവത്തിന് സർവായുധം 6 എണ്ണമുണ്ട്. 7ാമതായി പ്രാർത്ഥന ഇല്ലെങ്കിൽ അവന്റെ ജീവിതം വിജയിക്കത്തില്ല, ആത്മീയ ജീവിതം വിജയിക്കത്തില്ല. ചിലര് എപ്പോഴും ബൈബിൾ വായിക്കുന്നവരുണ്ടായിരിക്കാം. ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നപ്പോൾ ഒരു കാലത്ത് ബൈബിൾ മാത്രം അങ്ങനെ വായിച്ചു എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ പ്രാർത്ഥന കുറവായിരുന്നു. എന്നാൽ എനിക്ക് ആ മർമ്മം അന്ന് വെളിപ്പെട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വിഷയം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 6ാമതായി ക്ഷമിക്കാതെ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ക്ഷമിക്കാൻ വിസമ്മതിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ വിഷലിപ്തമാക്കുകയും ദൈവകൃപയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. മർക്കോസ് 11:25-26 വാക്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവരോട് ക്ഷമിപ്പിൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളും
ക്ഷമിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നോ അതുപോലെയാണ് ദൈവം. നമ്മൾ മറ്റുള്ളവരുടെ കടങ്ങൾ ഇളച്ചു കൊടുത്താൽ ദൈവം നമ്മുടെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കും. അപ്പോൾ അതാണ് ദൈവിക വ്യവസ്ഥ. വീണ്ടും നമ്മൾ മത്തായി 5:23 ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. പുതിയ നിയമത്തിൽ ഇങ്ങനെയുള്ള വഴിപാടുകളോ യാഗങ്ങളോ ബലികളോ കുർബാനകളോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷെ കർത്താവ് ഇത് പറഞ്ഞത് പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ പോലും ഈ ബലി കൊണ്ടുവരുന്നവൻ അവൻ ക്ഷമിക്കുന്നില്ല എങ്കിൽ, അവൻ ആരോടെങ്കിലും വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു വെച്ചിട്ട് പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വേണം അവൻ അത് അർപ്പിക്കാൻ എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിരിക്കുക. വീണ്ടും 7-ാമതായി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ വൈകുമ്പോൾ അത് ലഭിക്കുമോ എന്നുള്ള സംശയം. ഉത്തരം ലഭിക്കുവാൻ വൈകുമ്പോൾ ഉണ്ടാകുന്ന അക്ഷമ വിശ്വാസത്തെയും പ്രതീക്ഷയെയും ഇല്ലാതെയാക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ താമസം, ദൈവം എല്ലാ പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് മറുപടി നൽകണമെന്നില്ല. അപ്പോൾ അങ്ങനെ താമസിക്കുമ്പോൾ അത് നിഷേധിക്കുന്നില്ല. ദൈവം അത് നിഷേധിക്കുന്നതല്ല, അത് അവിടുത്തെ കൃത്യമായ സമയം. എന്നാൽ ദൈവത്തിന്റെ കൃത്യമായ സമയത്ത് തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. ഒന്നെങ്കിൽ എസ് എന്നായിരിക്കാം, അല്ലെങ്കിൽ നോ എന്നായിരിക്കാം. പ്രൈസ് ഗോഡ്. സഭാപ്രസംഗി 3:1 സകലത്തിലും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിലും ഒരു കാലമുണ്ട്. അപ്പോൾ നമ്മുടെ വർഷങ്ങൾക്ക് മുന്നമേയുള്ള പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം അതിന് ഉത്തരം ലഭിക്കുന്നത്. പക്ഷേ അതെല്ലാം ദൈവത്തിന് സമയമാണ്. 8-ാമതായി, യേശുവിൽ വിശ്വസിക്കുന്നു എങ്കിലും പാപജീവിതം തുടർന്നുകൊണ്ടുള്ള പ്രാർത്ഥന. മനഃപൂർവ്വം പാപത്തിൽ തുടർന്നുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നില്ല. യോഹന്നാൻ 9:31 പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന്റെ നീതിയിലേക്ക് നമ്മൾ വരണം എന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും സദൃശ്യവാക്യങ്ങൾ 15:8 മുതലുള്ള വാക്യങ്ങളിൽ, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, നേരുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, എന്നാൽ നീതിയെ പിന്തുടരുന്നവനെ അവൻ സ്നേഹിക്കുന്നു. സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും, ശാസന വെറുക്കുന്നവൻ മരിക്കും. അതായത് നമ്മുടെ സഭകളിലൊക്കെ വരുന്നവർ, അവരോട് കൂടെ അവരോട് ഇത് തെറ്റാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഈ ദൈവവചനത്തിന് വിപരീതമാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവർ പറയും ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, ഞാൻ പലരെയും എനിക്ക് അനുഭവമുണ്ട്. അവർ ദൈവകൽപ്പന അനുസരിക്കാതെ അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് കഠിനമേറിയ ബാലശിക്ഷകൾ വന്നു. കഠിനമേറിയ ബാലശിക്ഷകൾ അവർക്ക് ദൈവം കൊടുത്തു. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് സഭയ്ക്കൊരു ബാധ്യതയായി മാറുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർ, ദൈവത്തിനെ അനുസരിക്കാത്തവർ, ദൈവത്തിന് അവിടെയുള്ള ശുശ്രൂഷകൻ പറഞ്ഞു തെറ്റാണ് എന്ന് പറഞ്ഞിട്ടും അവരതിനെ ധിക്കരിച്ചുകൊണ്ട് ദൈവവചനം അനുസരിക്കാതെ അവർ മുന്നോട്ട് പോയപ്പോൾ പലരിൽ നിന്ന് അവർക്ക് വാണിംഗ് കൊടുത്തതാണ്. ദൈവത്തിന്റെ വാണിംഗാണ് അവർക്ക് ലഭിച്ചത്. പക്ഷേ അവരെന്ത് ചെയ്തു? എന്തെങ്കിലും അവർക്ക് അനർത്ഥമുണ്ടായി കഴിഞ്ഞാൽ അതുവരെ ഞാൻ ഉദാഹരണം പറയുവാണ്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് വ്യക്തി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, സ്ത്രീ എന്ന് പുരുഷനും എന്ന് പോലും ഞാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ആ വ്യക്തി നല്ല പാട്ടൊക്കെ പാടും, നല്ല രീതിയിൽ പാട്ടൊക്കെ ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി. എന്നാൽ ആ വ്യക്തി വിദേശത്തേക്ക് പോകുന്നത് തന്നെ ഭർത്താവ് ആ സ്ത്രീക്കുണ്ട്. പക്ഷെ ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ സ്ത്രീ ഭർത്താവിന്റെ കൽപ്പന പോലും ലംഘിച്ചുകൊണ്ട് അപ്പോൾ തന്നെ തെറ്റിപ്പോയി. വിശ്വാസിയാണേ, വീണ്ടും ജനിച്ചു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബൈബിൾ നന്നായിട്ട് അറിയാം. ബൈബിളിലെ കാര്യങ്ങളൊക്കെ നമ്മളോട് പോലും ഇങ്ങോട്ട് ഉപദേശിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവർ വിദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിയും, അവിടെ പോകാൻ നേരത്ത് പോലും സഭയിലെ പാസ്റ്ററെ ഒന്ന് വിളിക്കുകയോ പ്രാർത്ഥിക്കുക, പ്രാർത്ഥന സഹായം ചോദിച്ചില്ല. അങ്ങനെ അവരങ്ങ് പോയി. വിശ്വാസിയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകണ്ട. അങ്ങനെ പോയി മാസങ്ങൾ കഴിഞ്ഞു. ഈ പാസ്റ്ററെയോ ഈ സഭയിലുള്ള ഒരു വ്യക്തിയെയും അവർ വിളിച്ചില്ല. അങ്ങനെ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് വലിയൊരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞപ്പോഴാണ്
ഇവർ അന്നേരം ഒരു വോയിസ് മെസ്സേജ് കേട്ട് പറയുകയാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായം ചെയ്യണം. പാസ്റ്റർ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഞാനിവിടെ പറയുന്നത്, ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുകയും, കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കേട്ടിട്ട് അതനുസരിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും ബാലശിക്ഷകൾ വരും. അത് കാരണം ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. ദൈവത്തിൻ്റെ ശിക്ഷയിൽ ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഉള്ളതിൻ്റെ ആ വെളിച്ചത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചത്? പിന്നെ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? സഭയ്ക്ക് അവർ പിന്നെ സഭയിൽ നിന്ന് എന്നിട്ടും ഞങ്ങൾ എന്ത് ചെയ്തു? എന്നിട്ടും ഞങ്ങളെ പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യുക. പ്രൈസ് ലോർഡ്. അപ്പോൾ അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മൾ ചെയ്യുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും താരതമ്യ പ്രാർത്ഥന. ഇത് 9ാമത്തെ ആശയമാണ്, 9ാമത്തെ ആശയമാണ് താരതമ്യ പ്രാർത്ഥന. അപ്പോൾ ഈ ആശയം ലൂക്കോസ് 18:9 മുതലുള്ള വാക്യങ്ങളിൽ ആ പരീശനും ചുങ്കക്കാരനും അവർ ഉപമയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം നീതി മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പാപവുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുന്നതിനെയാണ് ഇത് അർത്ഥമാക്കുന്നത്, താരതമ്യ പ്രാർത്ഥന. അപ്പൊ ഇവിടെ ഈ പരീശൻ, ഈ ചുങ്കക്കാരൻ, ശരിക്കും അദ്ദേഹം പാപി തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ തന്നെ ഉയർത്തുവാൻ, ദൈവസന്നിധിയിൽ ഞാൻ കൂടുതൽ നീതിമാനാണെന്ന് പറയുകയാണ്. എന്നാൽ ചുങ്കക്കാരനോ, അവൻ മാറത്തടിച്ചുകൊണ്ട് അവൻ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയാണ്. നമ്മൾ ചിലപ്പോൾ പറയും, അയ്യോ പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നല്ലേ പറയുന്നത്, പിന്നെ എങ്ങനെയാണ് ഈ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ. ചുങ്കക്കാരന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ശരിയാണ്. കാരണം അവൻ മാനസാന്തരപ്പെടുന്ന പാപി. അവനൊരു ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ആത്മീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. അവൻ പ്രാർത്ഥിക്കുന്ന ആവശ്യം എന്താണ്? കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. അവൻ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ്, കാരണം അങ്ങനെ ഉപേക്ഷിച്ചാൽ പിന്നെ അവൻ വിശുദ്ധനായി തീരുകയാണ്. വീണ്ടും വിപരീത പ്രാർത്ഥനകൾ. വിപരീത പ്രാർത്ഥന എന്താണ്? വിപരീത പ്രാർത്ഥനകൾ. വിപരീത പ്രാർത്ഥനകൾ എന്നത് ബൈബിളിന്റെ വെളിച്ചത്തിൽ 2 പ്രധാന അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശാപപ്രാർത്ഥനകൾ. ശാപപ്രാർത്ഥനകൾ എന്താണ്? അതിനൊരു ഉദാഹരണം പറയാം. സങ്കീർത്തനങ്ങൾ 109:8 മുതലുള്ള വാക്യങ്ങളിൽ, അവന്റെ ദിവസങ്ങൾ കുറഞ്ഞു പോകട്ടെ, അവന്റെ സ്ഥാനം മറ്റൊരുവൻ എടുക്കട്ടെ, അവന്റെ മക്കൾ അനാഥരായി തീരട്ടെ, അവന്റെ ഭാര്യ വിധവയും ആകട്ടെ. ഇപ്പൊ സങ്കീർത്തനങ്ങളിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ വിപരീത പ്രാർത്ഥന, അതായത് പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ, അന്ന് അത് പഴയ നിയമ പശ്ചാത്തലത്തിൽ ഇത് വിപരീത പ്രാർത്ഥനയല്ല. കാരണം അവർക്ക് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. അപ്പൊ അതാണ് മോശയുടെ ന്യായപ്രമാണം. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹപ്രമാണത്തിലേക്ക് വരുമ്പോൾ നാം ഒരാളെ നശിപ്പിക്കാനോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവന്റെ മക്കൾ അനാഥരായി തീരട്ടെ എന്ന് പറയാനോ, അവന്റെ ഭാര്യ വിധവയായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതെല്ലാം വിപരീത പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട് വിപരീത പ്രാർത്ഥനയാവുന്നതെന്ന് നമുക്കറിയാം. കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ കർത്താവ് പറഞ്ഞത്, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവരറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കർത്താവ് ഈ തന്നെ ഇത്രമാത്രം മൃഗീയവും പൈശാചികവുമായി പീഡിപ്പിച്ചവരോടൊന്നും ഒരു ശാപവാക്കും കർത്താവ് പറയുന്നില്ല. കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ അറിവില്ലായ്മയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അതാണ് അഗാപ്പേ സ്നേഹം, ശത്രുവിനോട് പോലും ക്ഷമിക്കുന്ന ആ സ്നേഹം. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ചിലരൊക്കെ ആണെങ്കിൽ സങ്കീർത്തനങ്ങളൊക്കെ മാത്രമേ വായിക്കത്തുള്ളൂ. സങ്കീർത്തനത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്. മോശയുടെ ന്യായപ്രമാണത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്. അതിന്റെ അടുത്തൊരു കാര്യം കൂടിയുണ്ട്, അതായത് സ്വാർത്ഥമോ ദുരുപദേശപരമായ പ്രാർത്ഥന. അപ്പൊ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദുരുപദേശത്തോടു കൂടിയുള്ള ഏതെങ്കിലും പ്രാർത്ഥനയാണെങ്കിൽ അതൊന്നും ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയല്ല. ഇതൊക്കെ വിപരീത പ്രാർത്ഥനയാണ്. അങ്ങനെ ഈ പഴയ നിയമത്തിലെ ശാപപ്രാർത്ഥനകൾ ക്രിസ്തീയ ജീവിതത്തിൽ വിപരീത പ്രാർത്ഥനയുടെ സ്ഥാനത്ത് വരുന്നു. കാരണം ക്രിസ്തുവിന്റെ അനുയായികൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചതായ ഈ ദൈവവചനം നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കി തീർക്കട്ടെ. നമ്മൾ ആരും വീണുപോകരുത്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. അതിനായി ഈ ദൈവവചനം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ഗോഡ്.